ആഘോഷത്തിൻ്റെ 2ാം ദിനമാണല്ലോ ഇന്ന്. വിശുദ്ധ ജോർജ് എന്നറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. പിന്നീട് ക്രൂരമായ മർദ്ദനങ്ങളും വിശുദ്ധന് നേരിടേണ്ടി വന്നപ്പോഴും തളരാതെ മുന്നോട്ടു പോയ വ്യക്തിയാണ് വിശുദ്ധ ഗീവർഗീസ്. സാധാരണയായി വിശുദ്ധ ഗീവർഗീസിനെ ചിത്രങ്ങളിൽ ഒരു കുതിരപ്പുറത്തിരുന്ന് ഒരു വ്യാളിയുമായി കുന്തം കൊണ്ട് യുദ്ധം ചെയ്യുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ തൻ്റെ വിശ്വാസവും ക്രിസ്തീയ സഹനശക്തിയും കൊണ്ട് തിന്മയെ കീഴടക്കി എന്നുള്ളതിൻ്റെ വെറുമൊരു പ്രതീകമെന്നതിൽ കവിഞ്ഞ് യാതൊന്നുമല്ല. ക്രിസ്തുവിൻ്റെ രക്തസാക്ഷികളിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു രക്തസാക്ഷിയായിട്ടാണ് വിശുദ്ധ ഗീവർഗീസിനെ കത്തോലിക്ക സഭ ആദരിക്കുന്നത്. ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഈ പുണ്യാത്മാവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങളെന്നും അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ തരണമേ എന്നും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വെരി റെവറൻഡ് ഫാദർ റോബർട്ട് വിൻസെൻ്റ് അച്ഛനെയും ഇടവക വികാരി സ്നേഹബഹുമാനമുള്ള അജീഷ് അച്ഛനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുനാൾ നേർച്ചയായി നടത്തുന്ന ശ്രീ അജോ യോഹന്നാൻ സാന്ദ്ര ദമ്പതികളെയും ഇന്നത്തെ ദിവ്യബലിക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയ സെൻറ്റ് ജോസഫ് കുടുംബ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളെയും സമർപ്പിച്ച് ഭക്തിയോടെ ഇന്നത്തെ ബലിയർപ്പണത്തിനായി നമുക്കൊരുങ്ങാം. പ്രവേശന ഗാനത്തിനായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. മലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. അണയുക ജനമേ ഭജനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ ഭജനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിലെന്നെ കഴുകേണമേ. തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിലെന്നെ കഴുകേണമേ. കുരിശിൻ ചാരയിൽ ഞാനും നിന്നിടൽ തേടി അണഞ്ഞിടുന്നു. ജനമേ ഭജനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ ഭജനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം.
അനശ്വരമാകുമിയൾ താരതന്നിൽ അടിയങ്ങൾ പ്രാർത്ഥന ഉരുവിടുമ്പോ അനശ്വരമാകുമിയൾ താരതന്നിൽ അടിയങ്ങൾ പ്രാർത്ഥന ഉരുവിടുമ്പോ വരദാനമാരി ചൊരിഞ്ഞിടണേ അകതാരിൽ വന്നണഞ്ഞിടണമേ വരദാനമാരി ചൊരിഞ്ഞിടണേ അകതാരിൽ വന്നണഞ്ഞിടണമേ അനേക ജനമേ ഭജനം കേൾക്കാം ഒരു മനമായി ബലിയർപ്പിച്ചിടാം അനേക ജനമേ ഭജനം കേൾക്കാം ഒരു മനമായി ബലിയർപ്പിച്ചിടാം കാൽവരി മലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി കാൽവരി മലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അജീഷ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജനങ്ങളെ, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ തിരുക്കർമ്മങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്നത്. തിരുനാളുകൾ എല്ലായ്പ്പോഴും തിരിച്ചുവരവിൻ്റെ നാളുകളാണ്. തിരിച്ചുവരവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവാലയത്തിലേക്ക്, മറന്നുപോയ ക്രിസ്തീയമായ പുണ്യങ്ങളിലേക്ക്, ക്രിസ്തീയമായ ശീലങ്ങളിലേക്ക് നമ്മൾ തിരികെ പോകണം എന്നാണ് തിരുനാളുകൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. കർത്താവായ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനു ശേഷം ജെറുസലേം വിട്ട് എമ്മാവൂസിലേക്ക് പോകുന്ന അപ്പോസ്തലന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരെ തിരഞ്ഞു പിടിച്ച് കർത്താവായ ക്രിസ്തു അവരുടെ മധ്യേ അപ്പം മുറിച്ച് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരോട് പറയുന്ന ഒറ്റ വ്യവസ്ഥ, നിങ്ങൾ ജെറുസലേമിലേക്ക് തിരിച്ചു പോകണം എന്നാണ്. അതിൻ്റെ അർത്ഥം അവിടെയാണ് ദൈവാനുഭവം നിലനിൽക്കുന്നത്. ആ ദൈവാനുഭവം എവിടെയെന്ന് ചോദിച്ചാൽ അവിടെയുള്ള അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ, അവിടെയുള്ള വിശ്വാസികളുടെ ഇടയിൽ എന്നൊക്കെ. ഒരു തിരുനാളുകളും നമ്മെ തിരികെ കൊണ്ടുവരേണ്ടത് ഈ ഒരു കൂട്ടായ്മയിലേക്കാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് നമ്മൾ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അവിടുത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമൊക്കെ ശ്രമിക്കുമ്പോഴാണ് തിരുനാളുകൾ അർത്ഥപൂർണമായി മാറുന്നത്. ഈ ഒരു പരിശുദ്ധമായ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിരവധിയായ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ ഈ തിരുനാൾ ദിനങ്ങളിൽ നമുക്കുണ്ട്. അവയെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഗീവർഗീസിൻ്റെ മധ്യസ്ഥതയിലൂടെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹമാക്കി നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാനേറ്റു പറയുന്നു എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമലി മയക്കിടാ നന്ദി ചെയ്യുന്നേവ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്ന സ്വലോക രാജനേ. സർവശക്തന ദൈവമേ താരനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാതേവ സോനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാണേ താതനാം ദൈവത്തിൻ സോനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപം നീങ്ങുന്നവേ
ലോകത്തിൻ പാപദേഹം ഞങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീവലംബാകത്തേറും നീടും ഞങ്ങൾക്ക് രക്ഷകനേശുവേ കാരുണ്യം തോന്നണി ഞങ്ങളെ. സത്യസ്വരൂപ പിതാഭൂതൻ നിത്യമഹിമാനി തേജസ്വി പാവനാത്മാവോദൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താഴേതനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പ്രാഭവം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. വിശുദ്ധ ജോർജ് കർത്താവിൻ്റെ പീഡാസഹനം അനുകരിക്കുവാൻ മാതൃകയായിരുന്നത് പോലെ ഞങ്ങളുടെ ബലഹീനതയിൽ സദാ സഹായകനുമായി തീരുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവവുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടൊരുളയണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്തെ മിലോത്തോസിൽ നിന്ന് പൗലോസ് എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഏഷ്യായിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടുകൂടി ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. പൊതുസ്ഥലത്ത് വെച്ചും വീട് തോറും വന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിലേക്കുള്ള മതപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി. ഇതാ, ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്തു സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ, ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്നു ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്ച്ചു.
അങ്ങയുടെ വാടിത്തളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി. അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ഹല്ലേലൂയ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു. അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വരുന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവക വികാരി അജീഷച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജനങ്ങളായ സഹോദരങ്ങളെ, ഏറ്റവും വാത്സല്യമുള്ള കൊച്ചുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ അൾത്താരയിലേക്ക് നോക്കിയാൽ കുരിശിൻ്റെ രൂപം ഉണ്ട്. ക്രൂശിതനായ കർത്താവിൻ്റെ സാന്നിധ്യം. പള്ളിയിലേക്ക് കടന്നു വന്നാൽ ഏറ്റവും ശ്രദ്ധയോടെ കുമ്പിട്ട് ആരാധിച്ച് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശീലിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ പേര് എന്താണ് എന്ന് പുരോഹിതൻ ചോദിക്കും. അതിനുശേഷം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ഉണ്ട്. ആർക്കെങ്കിലും അതറിയാമോ? അറിയാം, എല്ലാവർക്കും അറിയാം. എങ്കിലും ചോദിച്ചതാണ്. കുഞ്ഞിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട കർമ്മം ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നെറ്റിത്തടങ്ങളിൽ കുരിശു വരയ്ക്കും.
നെറ്റിത്തടങ്ങളിൽ കുരിശ് വരയ്ക്കും. സാധാരണ ക്രിസ്തീയ ആരാധനയിൽ ജീവിക്കുന്ന വ്യക്തികൾ കുഞ്ഞുങ്ങൾക്ക് സാധാരണ ജനിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടുവയ്ക്കില്ല, നെറ്റിയിൽ പൊട്ടുവയ്ക്കില്ല. ആ സ്ഥലം ആർക്കുള്ളതാണ്? യേശുവിൻ്റെ കുരിശടയാളം വരയ്ക്കാൻ. പുരോഹിതൻ കുരിശടയാളം വരച്ചുകൊണ്ട് ഇപ്രകാരം ഒരു പ്രാർത്ഥന ചൊല്ലും: ഇതാ നിന്റെ നെറ്റിത്തടങ്ങളിൽ ഞാൻ കുരിശു വരയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നിന്റെ മാതാപിതാക്കളെയും ജ്ഞാനമാതാപിതാക്കളെയും ഞാൻ ക്ഷണിക്കുന്നു. ഇതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എപ്പോഴൊക്കെ വിസ്മരിക്കുവാൻ ശ്രമിച്ചാലും ശീലം മറന്നുപോയാലും ഓർക്കേണ്ട കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കർത്താവായ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സ്വന്തമാണ്. കുരിശിൻ്റെ അടയാളത്താൽ നെറ്റിത്തടങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട് കുരിശിൻ്റെ ഉടമസ്ഥതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ആ കുരിശിനോടുള്ള വിശ്വസ്തത എത്രത്തോളം ജീവിതത്തിൽ അണയാതെ കാത്തു സൂക്ഷിക്കുമോ, ആ കുരിശിനോടുള്ള വിശ്വാസത്തിൽ എത്രത്തോളം ആഴപ്പെട്ട് ജീവിതം നയിക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ, ആ കുരിശിൻ്റെ ധ്യാനത്തിൽ എത്രത്തോളം അനുദിനമായ ജീവിതങ്ങളെ കെട്ടിപ്പടുത്തുവാൻ നമ്മൾ ശീലിക്കുമോ, അപ്പോഴാണ് ക്രിസ്ത്യാനി എന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട അധീക്ഷച്ചൻ 3 വിഷയങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഒന്ന്, ഏകദൈവ വിശ്വാസം. 2, ക്രിസ്തുവിലുള്ള വിശ്വാസം. 3, ഏകദൈവത്തിൻ്റെ വിശ്വാസത്തിലൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ഈ 2 പേരുടെയും അനുഗ്രഹങ്ങളായി നമ്മൾ ഓരോരുത്തരും നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്ന്. ഏകദൈവ വിശ്വാസം. വിശ്വാസ പ്രമാണത്തിലെ ആദ്യത്തെ വാക്യം എന്താണ്? അറിയാം എല്ലാവർക്കും. എന്താണ്? ശരിയല്ലേ? പറഞ്ഞോളൂ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവകൽപ്പനകളിൽ ഏറ്റവും ആദ്യത്തേത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. വിശ്വാസപ്രമാണം ചൊല്ലുമ്പോഴും നമ്മൾ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന്. പുറപ്പാട് പുസ്തകത്തിൽ മോശ വഴി ദൈവമായ കർത്താവ് കൊടുത്ത കൽഫലകങ്ങളിൽ എഴുതി കൊടുത്ത കൽപ്പനയിൽ ഏറ്റവും ആദ്യത്തേത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇത് പറഞ്ഞു പോകുന്നത് ചിലപ്പോൾ കേൾക്കുവാൻ
സുഖം തോന്നുന്ന ഒരു വചനമായിട്ടൊക്കെ നമുക്ക് തോന്നും. ഏകദൈവമല്ലേ, വിശ്വസിച്ചു കളയാം. അതിലെന്താണ് കുഴപ്പം? ഏകദൈവമായിട്ട് വിശ്വസിക്കുന്നതിന് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു ജനതയുണ്ടായിരുന്നു. അബ്രഹാമിന് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാമോ? അബ്രഹാം അറിയാമോ? എവിടെയാണ് അബ്രഹാമിൻ്റെ നാട്? അബ്രഹാം ജനിച്ച സ്ഥലം, ജീവിച്ച സ്ഥലം. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നിൽക്കുന്നത്, അതിൻ്റെ 12-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. അബ്രഹാമിൻ്റെ നാട് ഊർ എന്ന സ്ഥലം. ഊര് തമിഴില് നമ്മൾ മലയാളത്തിൽ ഊർ എന്ന് പറയും. ഊർ എന്ന സ്ഥലത്ത് നിന്ന് അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോയി വാസമുറപ്പിക്കുക. അവിടെ വാസമുറപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരികളെ പോലെയും എണ്ണമറ്റതായിട്ട് ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ആദ്യമായും ദൈവമായ കർത്താവ്, ഏക കർത്താവ് അബ്രഹാം എന്ന മനുഷ്യനിലൂടെ ജനങ്ങൾക്ക് കൊടുക്ക ആദ്യത്തെ ഉടമ്പടിയാണ്. നമുക്കറിയാം പിന്നീടുള്ള ചരിത്രം. അബ്രഹാമിൻ്റെ സന്തതി പരമ്പര വലുതാകുന്നു. അതിനുശേഷം ഇസഹാക്കിൻ്റെ ബലിയർപ്പണം, യാക്കോബിൻ്റെ പാരമ്പര്യം, ഇതെല്ലാം പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ്. അവിടെ അബ്രഹാമിലൂടെ ഒരു സന്തതി ഉദയം ചെയ്യുന്നു എന്ന് ജനമറിഞ്ഞപ്പോൾ, അവിടുത്തെ ചക്രവർത്തിമാർ അറിഞ്ഞപ്പോൾ, അങ്ങനെയൊരു ദൈവീകമായ സാന്നിധ്യത്തിലൂടെ ദൈവീകമായിട്ടുള്ള ആരാധനകൾ അർപ്പിക്കുന്ന, ദൈവത്തിന്റെ സ്വരം കേട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനത ഉണ്ടാകരുത്, അവരെ അടിച്ചമർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ ചക്രവർത്തിമാർ, നമുക്കറിയാവുന്ന ഫറവോയുടെ പാരമ്പര്യം, ഫറവോയുടെ രാജത്വത്തിന്റെ കീഴിൽ ഇസ്രായേൽ ജനത, ദൈവത്തിന്റെ സ്വന്തം ജനത അടിമകളായി അടയ്ക്കപ്പെടുകയാണ്, അടിമകളാക്കി മാറ്റപ്പെടുകയാണ്. ദൈവത്തിന്റെ ജനത്തിന്റെ നിലവിളി എത്തുന്നു. മോശയെ വിമോചകനായിട്ട് അയക്കുന്നു. അവിടെ പെസഹ ഭക്ഷണം, മുതിർന്ന ഏറ്റവും കരുത്തുറ്റ കുഞ്ഞാടിനെ കൊന്ന് പെസഹ ആഘോഷിക്കുന്നതെല്ലാം നമുക്കറിയാവുന്ന സംഭവങ്ങളാണ്. അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സീനായിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ദാരിദ്ര്യവും മരണവും പട്ടിണിയും ഒക്കെ കടന്നു വരുന്ന സമയത്ത് ദൈവം സ്നേഹിച്ച് സ്വതന്ത്രമാക്കിയ, ദൈവം ഇഷ്ടപ്പെട്ട് തന്റെ ഹൃദയത്തോടൊപ്പം ചേർത്ത് വെച്ചിയ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അതേ ദൈവത്തിനെതിരെ ഈ ദൈവത്തിന്റെ ജനം ചോദിക്കുകയാണ്, ഞങ്ങളെ കൊല്ലുവാനാണോ ഈ മരുഭൂമിയിലേക്ക് നീ കൊണ്ടുവന്നത് എന്ന്. ഞങ്ങളുടെ തലമുറയെയും മക്കളെയും മാതാപിതാക്കളെയും കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയും ഈ മരുഭൂമിയിലിട്ട് കൊല്ലുവാനാണോ നീ കൊണ്ടുവന്നത് എന്ന്. ദൈവമായ കർത്താവ് ഇസ്രായേൽ ദൈവത്തിന്റെ ജനതയ്ക്ക് കൊടുത്ത വാക്ക് പൂർണ്ണമായിട്ടും നിറവേറ്റുവാൻ വേണ്ടി ചോദ്യങ്ങളും ബഹളങ്ങളും തർക്കങ്ങളും ഒരുപാട് വാശിയുമൊക്കെ വരുമ്പോഴും എൻ്റെ ജനതയല്ലേ, എൻ്റെ മക്കളല്ലേ, ഇവരോട് ഞാനല്ലേ ക്ഷമിക്കേണ്ടത് എന്ന ചിന്തയോടുകൂടെ വീണ്ടും അവരെ സീനായി വരെ കൊണ്ടുചെന്ന് പോയി അവിടെ വാസമുറപ്പിക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ സാന്നിധ്യം. മനുഷ്യന്റെ ജീവിതത്തിൻ്റെ വിക്രിയകൾ ആരംഭിക്കുന്നത് അവിടെയാണ്. എല്ലാവരും പഴമൊഴി കേട്ടിട്ടുണ്ട്, പാലം കടക്കുവോളം. ഒരു പഴമൊഴി എന്താണ്?
പാലം കടക്കുവോളം, പാലം കടന്നാൽ പിന്നെ എന്താണ് എന്താണ് കീരായണ. മണലാരണ്യത്തിലൂടെയുള്ള യാത്രയിൽ ദൈവമായ കർത്താവ് കൊടുത്ത സംരക്ഷണമൊക്കെ ആവോളം സ്വീകരിച്ച ദൈവത്തിന്റെ സ്വന്തം ജനത. അവന്റെ വാക്കുകൾ മതി, അവന്റെ ഭക്ഷണം മതി, അവനൊരുക്കുന്ന കൂടാരം മതി, അവൻ ഗണിച്ചു കൊടുക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ജനതയുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ തർക്കങ്ങൾ കടന്നു വരികയാണ്, വിഭാഗീയത കടന്നു വരികയാണ്. ദൈവത്തെ മറന്നാലും കുഴപ്പമില്ല, ദൈവത്തെ വേണ്ട എന്ന് വെച്ചാലും കുഴപ്പമില്ല. നമുക്കറിയാം, സീനായ് മലയിലേക്ക് കടന്നു വന്ന, സീനായ് പ്രദേശത്തേക്ക് കടന്നു വന്ന വാസമുറപ്പിച്ച ജനതയുടെ അടുക്കലേക്ക് ഒരുപാട് തവണ ദൈവമായ കർത്താവ് മോശ വഴി, ഫറവോ വഴിയൊക്കെ ഒരുപാട് ഇടപെടലുകൾ നടത്തി. അവിടെ ഒരു സമൂഹമായി, കൂട്ടായ്മയായി, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ഒരുമിച്ച് നിർത്തിയിരുന്ന ഈ ജനത്തോട് ദൈവം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മോശ സീനായ് മലയുടെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. സീനായ് മലയുടെ ഉയരങ്ങളിലേക്ക് 10 കൽപ്പനകളും സ്വീകരിക്കുവാൻ കടന്നു ചെന്ന് 1-2 ദിവസം താമസിച്ചപ്പോൾ ദൈവത്തിന്റെ ജനതയുടെ ഇടയിൽ വരുന്ന ഏറ്റവും വലിയ വിഭാഗീയത എന്ന് പറയുന്നത്, നമുക്ക് ഈ ദൈവത്തെ വേണ്ട, ഈ ദൈവത്തെ നമുക്ക് വേണ്ട. കാറ്റിലും കടലിലും പേമാരിയിലും പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്നുമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് വാരിക്കോരി പൊതിഞ്ഞ് ഏറ്റവും സുരക്ഷിതമായ സീനായ് മലയിലേക്ക്, തേനും പാലും ഒഴുകുന്ന സീനായ് മലയിലേക്ക് കൊണ്ടു നിർത്തിയപ്പോൾ ഇസ്രായേൽ ജനത, ദൈവത്തിന്റെ ജനത പറയുകയാണ്, നമുക്ക് ഈ ദൈവത്തെ വേണ്ട. കാരണം മോശ സീനായ് മലയിലേക്ക് പോയിട്ട് താഴേക്ക് വരുന്നില്ല, സമയമെടുക്കുന്നു. ജനത്തിന് വിശക്കുന്നു, കാത്തിരിക്കുവാൻ ഇഷ്ടമില്ല. ഇത്രയും നാൾ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചതല്ലേ, ഇനിയും ഇവനോടൊപ്പം ദൈവത്തോടൊപ്പം നടന്നാൽ ക്ലേശങ്ങളായിരിക്കും ബാക്കി എന്ന് ചിന്തിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത ചിന്തിച്ചത്, നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ദേവന്മാരെ, വ്യക്തികളെ, പ്രകൃതിയിലെ വസ്തുക്കളെയൊക്കെ ദേവന്മാരായിട്ട് മുദ്രണം ചെയ്ത് നമുക്കവരെ ആരാധിച്ചു തുടങ്ങാം എന്ന്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ ഈ ഒരു തീരുമാനം, മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ക്രിസ്തു, വചനം മാംസം ധരിച്ച് മനുഷ്യനായി, ക്രിസ്തുവായി മനുഷ്യരുടെയിലേക്ക് കടന്നു വരുന്ന ക്രിസ്തു വചനം പഠിപ്പിക്കുന്നു. മറ്റെല്ലാ കാര്യങ്ങളിലും മനുഷ്യരെ പോലെ ജീവിക്കുവാൻ മനുഷ്യരുടെയിലേക്ക് കടന്നു വന്ന് അവരുടെ ഭാഗമായി മാറുന്ന ക്രിസ്തു. പഴയ നിയമത്തിൽ ഇപ്രകാരം കരുണയുടെയും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഒക്കെ സാന്നിധ്യമായി മാറുന്ന ദൈവത്തിൻ്റെ അടുത്ത പ്രതിപുരുഷനായിട്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തു ചെയ്യുന്നത് എന്താണ്? സഹിച്ചുകൊണ്ട് ജീവൻ നൽകുന്ന സാന്നിധ്യമായി മാറുന്നു. സഹനത്തിലൂടെ നമുക്ക് വേണ്ടി സഹിച്ചുകൊണ്ട്, മരിച്ചുകൊണ്ട്, കുരിശുമരണം വഹിച്ചുകൊണ്ട് നമ്മളെല്ലാം സ്വന്തമാക്കി മാറ്റുവാൻ ഇഷ്ടപ്പെടുന്ന കർത്താവായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. നമുക്കറിയാം, പിലാത്തോസിന്റെ അരമനയിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. പിലാത്തോസിന്റെ അരമനയിൽ നിൽക്കുന്ന സമയത്ത് കർത്താവായ ക്രിസ്തുവിന്റെ ഏറ്റവും വിനീതമായ ഒരു അവസ്ഥയുടെ വചനം അവിടെ പറയുന്നുണ്ട്. പിലാത്തോസ് ചോദിക്കുകയാണ്,
നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് കർത്താവായി ക്രിസ്തു മറുപടി പറഞ്ഞു, നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന്. കൂടിയിരുന്ന ജനത്തോട് പിലാത്തോസ് പറയുകയാണ്, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. കർത്താവായ ക്രിസ്തു മറുപടിയായിട്ട് പറയുന്നുണ്ട്, അല്ലയോ പിലാത്തോസേ, നീ ചെയ്യേണ്ടത് ചെയ്തു കൊള്ളുക. എന്നെ ഈ സ്ഥലത്ത് നിന്ന് ദൈവമായ കർത്താവ് രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു സൈന്യവ്യൂഹത്തെ സ്വർഗത്തിൽ നിന്ന് നിയോഗിച്ചുകൊണ്ട് ഈ അരമനയിലേക്ക് കടന്നു വന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോകുവാനുള്ള അത്രയും കഴിവ് എൻ്റെ ദൈവമായ കർത്താവിനുണ്ട്. എന്നാൽ നിന്നെ ഈ ചുമതലയിലേക്ക് നിയോഗിച്ചതിന് പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറണം, ഞാൻ മരിക്കണം എന്ന്. ഇവിടെ ജനത്തിൻ്റെ ഇടയിലൂടെ കർത്താവായി ക്രിസ്തു കടന്നു പോകുന്നുണ്ട്. കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം സമ്പൂർണമായും ജനം അനുഭവിക്കത്തക്ക രീതിയിൽ അവൻ്റെ സാന്നിധ്യം സ്നേഹമായി മാറുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അവൻ പക്ഷം ചേരുന്നത് പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ്. അവൻ വചനത്തിലൂടെ പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന് വചനം തുറന്ന്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്ന് ജനത്തിൻ്റെ മധ്യേ വെച്ച് വായിച്ച് അവർക്ക് വേണ്ടിയാണ് അവൻ കടന്നു വന്നത് എന്ന് പൂർണ്ണമായും പ്രഖ്യാപിച്ചുകൊണ്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്ന കർത്താവായ ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. എങ്കിലും അവൻ ചെയ്ത നന്മകളെ മറച്ചു വെച്ചുകൊണ്ട്, ചെയ്യാത്ത തിന്മ അവൻ്റെ മേൽ ആരോപിച്ചുകൊണ്ട് അവനും കുരിശു മരണം. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് സാന്നിധ്യങ്ങളും, ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം, ഏകദൈവത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ സഹനത്തിലൂടെ അവൻ കാൽവരിയിൽ അർപ്പിച്ച രക്തത്തിൻ്റെ ആ ചൂടിൻ്റെ തിളപ്പോടെ നമ്മൾ ഓരോരുത്തരും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവായി ക്രിസ്തു തന്നെ അവിടെ അരുൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു സ്ഥലം ഒരുക്കും എന്ന്. നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ ഞാനിതാ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്ന് ക്രിസ്തു അരുൾ ചെയ്യുന്നുണ്ട്. അപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്ന കർത്താവായി ക്രിസ്തു ഒരുക്കേണ്ട സ്ഥലം ഏതായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്, ജീവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്നത്തെ സുവിശേഷം, വായിച്ചു കേട്ട സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം, അതിൻ്റെ അവസാന ഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ 2 വചനങ്ങളുണ്ട്. ദൈവമായ കർത്താവ് തന്നെ, കർത്താവായി ക്രിസ്തു തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഒരു കൂട്ടം ജനത്തെ നീ എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരു കൂട്ടം ജനത്തെ നീ നൽകിയിരിക്കുന്നത് എൻ്റെ സ്നേഹം, നീ എനിക്ക് നൽകിയ സ്നേഹം ഇവർക്ക് കൊടുത്തുകൊണ്ട് ആ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ വേണ്ടിയാണ്. ആ സ്നേഹം ഞാൻ ആവോളം ഇവർക്ക് നൽകിയിട്ടുണ്ട്. ആവോളം നൽകിയ ഈ സ്നേഹം ഇവർക്ക് കൊടുത്തിട്ട് ഞാനിതാ നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ഇവർ ഈ ഭൂമിയിലാണ്. ഈ ഭൂമി തെറ്റിൻ്റെ വഴിയിലേക്ക് ഈ ജനത്തെ പ്രചോദിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് വന്നത്, അവരുടെ ജീവിതത്തിൽ ആശ്വാസമായി കടന്നു വന്നത്, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട് നിത്യജീവൻ എനിക്ക് സ്വന്തമാകണം എങ്കിൽ ക്രിസ്തു ഒരുക്കുന്ന ആ ഒരു സ്ഥലം, അതിലേക്ക് പ്രവേശിക്കുവാൻ ഏറ്റവും നിർമ്മലമായ മനസ്സോടെ ഈ ലോക ജീവിതത്തെ അതിജീവിച്ചുകൊണ്ട് ആ ലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപകൾക്കായി സർവശക്തനായ ദൈവത്തോട്
ഈ ബലി സമർപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെയും ഈ സമൂഹത്തിൻ്റെയും നിരവധിയായ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാം. നല്ല ദൈവമേ, അങ്ങേ സഭയുടെ പരിപാലകരായി അങ്ങ് നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയും രൂപതാ അധ്യക്ഷൻ അഭിമന്യു വിൻസെൻ്റ് സാമുവൽ പിതാവിനെയും സഹായമെത്രാൻ സെൽവരാജ് പിതാവിനെയും ഇന്നത്തെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വെരി റെവറൻറ്റ് ഫാദർ റോബർട്ട് വിൻസെൻ്റ് അച്ഛനെയും ഞങ്ങളുടെ ഇടവ വികാരി അജീഷ് അച്ഛനെയും മറ്റു വൈദികർ, സന്യസ്തർ, അൽമായ പ്രേക്ഷിതർ എന്നിവരെയും അങ്ങേ അഭിഷേക ശക്തിയാൽ നിറച്ചുകൊണ്ട് സുവിശേഷ സാക്ഷികളായ നല്ലൊരു വിശ്വാസ സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിച്ചാലും. പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ കാരുണ്യത്താൽ കാത്തു പരിപാലിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിച്ചാലും. സ്വർഗീയ പിതാവേ, ഇന്നീ ദിവസം ഈ ബലപീഠത്തിന് ചുറ്റും കൂടിയിരിക്കുന്ന ഇടവക മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും കരുതലോടെ കാത്തുകൊള്ളണമെന്നും കുടുംബങ്ങൾ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകുവാനുള്ള കൃപ നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ സ്നേഹദാതാ, അങ്ങേ പാദതാരേ ഞങ്ങളർപ്പിക്കുമി പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിച്ചാലും. സ്വർഗീയ പിതാവേ, ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ നേർച്ചയായി നടത്തുന്ന ശ്രീ അജോ യോഹന്നാൻ, സാന്ദ്ര എന്നീ ദമ്പതികളെയും അവരുടെ നിയോഗങ്ങളെയും ഇന്നത്തെ ദിവ്യബലിക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയ സെൻറ്റ് ജോസഫ് കുടുംബ യൂണിറ്റിലെ എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും ആഗ്രഹാഭിലാഷങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ സ്നേഹദാതാ, അങ്ങേ പാദതാരേ ഞങ്ങളർപ്പിക്കുമി പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിച്ചാലും. ജീവദായകനായ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിക്കപ്പെട്ട വൈദികർ, സന്യസ്തർ, ആത്മായർ, ഇടവക അംഗങ്ങൾ എന്നിവരെ അങ്ങേ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതയാത്രയിൽ വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പ് നൽകി അങ്ങേ തിരുമുഖം ദർശിക്കുവാനുള്ള ഭാഗ്യമരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സ്വർഗസ്ഥനായ സ്നേഹദാതാവൻ കരുണാപൂർവം സ്വീകരിച്ചാലും. ഒരു നിമിഷം മൗനമായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതാഗ്രഹങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ. സ്നേഹപിതാവായ ദൈവമേ, പ്രാർത്ഥനാപൂർവം താരയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസം അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏകദൈവത്തോടുള്ള വിശ്വസ്തത, കർത്താവായ ക്രിസ്തുവിൻ്റെ വചനങ്ങളിലൂടെ, വിശുദ്ധിയിലൂടെ, കൂദാശകളിലൂടെ കടന്നു ചെല്ലുവാനുള്ള നമ്മുടെ ഇഷ്ടം, ഇതെല്ലാം അങ്ങ് തൃക്കൺ പാർക്കണമേ. ഞങ്ങളെല്ലാവരും പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് അങ്ങയുടെ സന്നിധിയിലാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ, കുടുംബത്തിനകത്തെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, കുടുംബത്തിലെ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളോടൊപ്പം ചെറിയ ചെറിയ സങ്കടങ്ങളും ആകുലതകളും വിഷമതകളും ഞങ്ങളുടെ ഇടവക സമൂഹം, BCC കൂട്ടായ്മകൾ, സംഘടനകൾ, ഇവയിലെല്ലാം ഉൾച്ചേർന്നുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇവയിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം സമ്പൂർണമായും അനുഭവിച്ചറിയുവാനും ഏകദൈവ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയിലും അങ്ങയുടെ പുത്രനിലും പരിശുദ്ധാത്മാവിലും ഞങ്ങളുടെ ജീവിതം സമ്പൂർണമായും അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ദിവസത്തെ തിരുക്കരങ്ങൾക്ക് വേണ്ട നേതൃത്വം നൽകുന്ന, ക്രമീകരണങ്ങൾ ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും പ്രത്യേകമായിട്ടും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളയണമേ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന്
സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, രക്തസാക്ഷിയായ വിശുദ്ധ ജോർജിൻ്റെ സ്മരണയിൽ അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന അനുരഞ്ജനത്തിൻ്റെയും സ്തുതിയുടേതുമായി ഈ ബലി സ്വീകരിക്കണമേ. അങ്ങനെ ഈ ബലി ഞങ്ങളെ പാപമോചനത്തിലേക്ക് നയിക്കുകയും നിത്യമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ വിശുദ്ധരുടെ പുകഴ്ചയിൽ അങ്ങ് മഹത്വീകരിക്കപ്പെടുന്നു. അങ്ങേ ശക്തിയുടെ വിസ്മയനീയ പ്രവൃത്തികളാണല്ലോ അവിടെ പീഡകളിൽ പ്രകടമാകുന്നത്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് കാരുണ്യപൂർവ്വം ഈ വിശ്വാസ തീഷ്ണത പ്രദാനം ചെയ്യുകയും സ്ഥിരോത്സാഹത്തിൻ്റെ സ്ഥൈര്യം നൽകുകയും സഹനത്തിൽ വിജയം നൽകുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ഒന്ന് ചേർന്ന് അങ്ങയുടെ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും നിന്ദലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയുടെ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവന്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെൻ്റ് സാമുവൽ മെത്രാനോടും സഹമെത്രാനായ സെൽവരാജനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേക്ക് പ്രിയങ്കരമാവിധം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവാകും അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കാലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ നാഥാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ള പാരിലുമായിടണം. അന്നു വേണ്ടുന്ന ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അങ്ങേതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്കൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. തിന്മയിൽ നിന്നു നീ കാത്തിടണം.
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ ഈ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപം നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. അങ്ങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഉരുകി ഉരുകി തീർന്നിടം ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ഉരുകി ഉരുകി തീർന്നിടം ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ആത്മനാഥായി നിൻ മനസ്സത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാകത്തിൻ സക്കാരിയെ നീ വന്നു വാഴണമേ.
കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ യേശുവിൻ തിരുനിണമേ എന്നെ നഗരിലാട്ടണമേ യേശുവിൻ ജലമേ എന്നെ നിത്യം കഴുകണമേ യേശുവിൻ പീഡകളേ എന്നെ സുധീരയാക്കണമേ നന്മതൻ നിറകുടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ നാഥാ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ തിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ മരണവിനാഴികയിൽ എന്നെ അങ്ങ് വിളിക്കണമേ തിരുസവിധം പോകാം എന്നെ കൽപ്പിച്ചരുളണമേ സകല വിശുദ്ധരുമൊന്നാ എന്നെ സതതം വാഴ്ത്തിടുവാൻ പുരോഹിതനീശോയെ നിന്റെ പുരോഹിതദാസരനി തിന്മയിലൊന്നും വീഴാതെ നന്മലരായി കാക്കണമേ പുരോഹിതനീശോയെ നിന്റെ പുരോഹിതദാസരനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ നിൻ തിരുരക്തം നുകരുന്ന അധരം നിർമ്മലമാക്കണമേ നിൻ തിരുരക്തം നുകരുന്ന അധരം നിർമ്മലമാക്കണമേ നിന്റെ ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ നിന്റെ ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ ലൗകിക മോഹം നിറയാതെ ഹൃദയം സുരഭിലമാക്കണമേ ലൗകിക മോഹം നിറയാതെ ഹൃദയം സുരഭിലമാക്കണമേ ദൈവിക കാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ ദൈവിക കാന്തി നിറച്ചെന്നും മദനം ഭാസുരമാക്കണമേ നിത്യപുരോഹിതനീശോയെ നിന്റെ പുരോഹിതദാസരനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ എല്ലാവർക്കും എല്ലാമായി
തീരാനിവരെ ഒരുക്കണമേ. എല്ലാവർക്കും എല്ലാമായി തീരാനിവരെ ഒരുക്കണമേ. ശുശ്രൂഷയ്ക്കായി നീതിച്ച് ജന്മം വെണ്ണൊടി ചൂടട്ടെ. ശുശ്രൂഷയ്ക്കായി നീതിച്ച ജന്മം വെണ്ണൊടി ചൂടട്ടെ. നിത്യപുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. തിരുനാളിൻ്റെ 2-ാം ദിവസമായി ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് വചന സന്ദേശം നൽകിയത് സ്നേഹബഹുമാനമുള്ള റോബർട്ട് വിൻസെൻ്റ് അച്ഛനാണ്. റോബർട്ട് വിൻസെൻ്റ് അച്ഛൻ നമ്മുടെ രൂപത ഡയറക്ടർ, ടെമ്പ്രാലിറ്റിയുടെ ഡയറക്ടേഴ്സിനാണ്. മരിയാമ്പുരം ഇടവക വികാരിയുമായിട്ട് അച്ഛൻ സേവനം ചെയ്യുന്നു. ഞാൻ ഡീക്കനായിരുന്ന സമയത്ത് ആറയൂർ ഇടവക വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയായിരുന്നു അച്ഛൻ. അച്ഛനോടൊപ്പം ഡീക്കൻ മിനിസ്ട്രി ചെയ്തത് അച്ഛനോടൊപ്പമാണ്. വളരെയധികം സന്തോഷത്തിൻ്റെയും നാളുകളാണ്. ഏറെ പ്രത്യേകിച്ച് അജപാലനം എപ്രകാരം വിശ്വാസികളോട് ചേർന്നുകൊണ്ട് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എത്ര തന്നെ തളർന്നു പോയാലും മടുപ്പ് തോന്നാതെ ദൈവജനത്തിന് വേണ്ടി കുദാശകൾ പരികർമ്മം ചെയ്യുവാനായിട്ടുള്ള ഒരു മനസ്സാന്നിധ്യം നൽകിയത് സ്നേഹബഹുമാനമുള്ള റോബർട്ട് അച്ഛനാണ്. റോബർട്ട് അച്ഛൻ്റെ അജപാലന ശുശ്രൂഷകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഏതൊക്കെ ഇടവകകളിലിരുന്നാലും അവിടെയൊക്കെ ജനത്തോടൊപ്പം ഇറങ്ങി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വൈദികൻ. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വൈദികനാണ്. ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഏറെ പ്രത്യേകിച്ച് ഇന്നത്തെ വചനം സന്ദേശം നൽകി ഏകദൈവമായ സത്യദൈവത്തെ അറിയുകയും യേശു ക്രിസ്തുവിനെ അറിയുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ. അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: വളരെ എളുപ്പമല്ല ഏകദൈവത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത്. ഒരു ജനത എത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചു, എത്രമാത്രം കാര്യങ്ങൾ കൂടെ കടന്നു പോയിട്ടാണ് അവർ ഏകദൈവത്തിലേക്കുള്ള വിശ്വാസം വന്നത്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചതിന് ശേഷം ആ കർത്താവിന് വിശ്വസിക്കുവാൻ വേണ്ടി വന്ന ജനതകൾ പോലും എപ്രകാരമാണ് കർത്താവിനെ വിശ്വസിക്കുവാനായിട്ട് സാധിച്ചത്. എത്ര പേര് ഇറങ്ങിപ്പോയി ശത്രുക്കളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് നിത്യജീവൻ പ്രാപിക്കുവാൻ എളുപ്പമുള്ള കാര്യമല്ല. നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഏകദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവിടെ നയിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഈ ലോക ജീവിതത്തിൽ. അതുകൊണ്ട് അത്ര കഠിനമായ ദൈവിക ചര്യകൾ, ചിന്തകൾ, അതല്ലെങ്കിൽ കുദാശകളിലൂടെയൊക്കെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളെന്നുള്ള സന്ദേശം അച്ഛൻ നൽകുകയുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് വചനം പ്രഘോഷിച്ച സ്നേഹബഹുമാനമുള്ള റോബർട്ട് വിൻസെൻ്റ് അച്ഛന് പാലോട് ഇടവകയുടെ പേരിൽ ഏറ്റവും ഹൃദ്യമായ നന്ദി സ്നേഹത്തോടു കൂടെ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവ്യബലി നേതൃത്വം നൽകിയത് സെൻറ്റ് ജോസഫ് BCC യൂണിറ്റാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം വൈദികർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ ഇന്ന് ക്രമീകരിച്ചതും ആ BCC ആണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവ്യബലി നിയോഗമായിട്ട് സമർപ്പിച്ചത് അജു യോഹന്നാൻ സാന്ദ്ര കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നതോടൊപ്പം എല്ലാവിധ നന്ദിയും ആ കുടുംബത്തിന് അറിയിക്കുന്നു. നാളെ നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് കടന്നു വരുന്നത് സ്നേഹബഹുമാനമുള്ള റോബിൻ രാജ് അച്ഛനാണ്. അച്ഛൻ ഇടവക വികാരി മുകുന്ദറ എന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ നാളെ വരുന്നുണ്ട്. കൃത്യം 5:15 തന്നെ ജപമാല, ലിറ്റിനി നൊവേന കൃത്യം 6 മണിക്ക് തന്നെ ദിവ്യബലി തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തുവാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നു. ദിവ്യബലി നേതൃത്വം ലിറ്റിൽ ഫ്ലവർ BCC. ഒരുപാട് സന്തോഷമുണ്ട്. പാലോട് വിശുദ്ധ ഗീവർഗീസിൻ്റെ ദൈവാലയത്തിൽ കടന്നു വന്ന് നിങ്ങളോടൊപ്പം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ഈ പള്ളിയിൽ കടന്നു വന്ന്, മാസങ്ങളെന്ന് പറയുമ്പോൾ ആദ്യത്തെ മാസം തുടങ്ങി
ഏകദേശം 3-4 വർഷം വരെയൊക്കെ ഈ പള്ളിയിൽ വന്ന് കുർബാന ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ ആ ദിവസങ്ങളിൽ ഞായറാഴ്ച രാവിലെ ഒരു 5 മണിക്കൊക്കെ യാത്ര തിരിച്ച് ഇവിടെ വന്ന് ഇടിഞ്ഞാർ, ബ്രൈമൂർ, ഫരദന്നൂർ പള്ളികളിൽ പോയി കുർബാന അർപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരു തീഷ്ണത ഇന്നും ഈ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഒരു ദീർഘമായ യാത്ര ഇവിടെ നടത്തേണ്ടി വന്നാൽ പോലും സന്തോഷത്തോടെയാണ് വൈദികർ ഇവിടെ കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട അജീഷ് അച്ഛൻ എന്നോടൊപ്പം ഏകദേശം 6 മാസത്തിലധികം ഉണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടമുള്ള ഒരു വൈദികനാണ്. അദ്ദേഹം ഇരുന്ന ഇടവകയിലൊക്കെ ജനങ്ങളോട് ചേർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്നും ഞാൻ ഏകദേശം ഒരു 1-1.5 വർഷത്തിന് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. ഞങ്ങളുടെ ഈ പുരയിടവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾക്ക് വേണ്ടി 2-2.5-3 വർഷങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ ചെറിയ ഇടവകയിൽ അസാധ്യമായ കാര്യങ്ങൾ, ഒരു പള്ളിയുടെ അന്തരീക്ഷം, ഒരു പള്ളിയുടെ പുരയിടം, പള്ളിയുടെ പ്രവേശന കവാടം, പള്ളിയുടെ മുറ്റം എങ്ങനെയൊക്കെ ആയിരിക്കണം, ആകർഷകമാക്കണം, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഐശ്വര്യത്തിൽ നിലനിർത്തണം എന്ന ചിന്തയോടെ കഠിനമായും അധ്വാനം ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛനോട് പറഞ്ഞതനുസരിച്ച് ഏകദേശം 40 ലക്ഷത്തിലധികം രൂപയുടെ കാര്യങ്ങൾ ഈ സ്ഥലത്ത് നിങ്ങൾ കൊടുത്ത്, നിങ്ങളെന്ന് പറയുമ്പോൾ 100 കുടുംബത്തിനടുത്തേക്ക് ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയും കുടുംബങ്ങളിൽ നിന്ന് ഇത്രയും തുക സമാഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അച്ഛനതി ഒരുക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ള വൈദികർക്ക്, ഇപ്രകാരമുള്ള വൈദികരുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെയും തീഷ്ണത വർദ്ധിപ്പിക്കും. ഇത്രയും ചെയ്താൽ പോരല്ലോ എന്ന് ഞങ്ങൾക്കും പലപ്പോഴും തോന്നും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചെറിയ ഇടവുകളിലൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയും ഇടവകയെ വളർത്തുവാനും വികസിപ്പിക്കുവാനും ഒക്കെ കാണിക്കുന്ന താല്പര്യവുമൊക്കെ ഞങ്ങളുടെയും ആവേശം വർദ്ധിപ്പിക്കും. ആ രീതിയിൽ പാലോട് ഇടവക വികസനത്തിലേക്ക് ബഹുമാനപ്പെട്ട അജീഷ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ട്. ഇനിയും അച്ഛനോടൊപ്പം ഈ ഇടവക ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ ഇന്നേ ദിവസം ഇവിടെ ക്ഷണിച്ചതിനും നിങ്ങളോടൊപ്പം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അനുവദിച്ചതിനും നിങ്ങളെ കാണുവാൻ അച്ഛനിലൂടെ കാരണമായതിനും പ്രത്യേകമായിട്ടും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇനിയും ഒരുക്കുവാൻ ബഹുമാനപ്പെട്ട അജീഷ് അച്ഛന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് അച്ഛന് നല്ലൊരു കയ്യടി സ്നേഹപൂർവ്വം നൽകുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ആഘോഷത്തിൽ ആനന്ദിച്ചുകൊണ്ട് അങ്ങേ സ്വർഗീയ ദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യവിരുന്നിൽ അങ്ങേ പുത്രൻ്റെ മരണം പ്രഖ്യാപിക്കുന്ന ഞങ്ങളെ വിശുദ്ധരായ രക്തസാക്ഷികളോടൊത്ത് അവിടുത്തെ ഉദ്ധാനത്തിലും മഹത്വത്തിലും പങ്കുകാരാകുവാൻ അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടൊരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിച്ച് നിത്യം കാത്തു പരിപാലിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, നിത്യവും നിന്നെ വാഴ്ത്തി വണങ്ങ ശക്തി തരേണമേ.
പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. നിത്യവും നിന്നെ വാഴ്ത്തി വണങ്ങാൻ ശക്തി തരേണമേ. നിറഞ്ഞൊഴുകും കണ്ണീർ തുള്ളികൾ തുടച്ചു മാറ്റിയ ദേവാ. നിറഞ്ഞൊഴുകും കണ്ണീർ തുള്ളികൾ തുടച്ചു മാറ്റിയ ദേവാ. നിരന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്താം തരണേ നൽവരങ്ങൾ. നിരന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്താം തരണേ നൽവരങ്ങൾ. വിശുദ്ധനാം ഗീവർഗീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യവും നിന്നെ വാഴ്ത്തി വണങ്ങാൻ ശക്തി തരേണമേ.